കുട്ടികൾ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നോ നിങ്ങളുടെയൊക്കെ? വന്നിട്ടില്ലെങ്കിൽ അവർ വരുമ്പോൾ പറയാൻ പറ്റുന്ന കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസ് ഉണ്ട് കുട്ടികളോട് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയത്. നമുക്കത് പഠിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന് സ്കൂളിൽ അല്ലേ? അങ്ങനെ ചോദിക്കില്ല നമ്മൾ. അങ്ങനെ ചോദിക്കുക, ഹൗ വാസ് യുവർ ഡേ അറ്റ് സ്കൂൾ? സ്കൂളിൽ, അറ്റ് സ്കൂൾ. ഹൗ വാസ് യുവർ ഡേ? എങ്ങനെ ഉണ്ടായിരുന്നു നിൻ്റെ ദിവസം? അതാണ് ഹൗ വാസ് യുവർ ഡേ. എവിടെ? അങ്ങനെ പറയണമെങ്കിൽ അറ്റ് സ്കൂൾ എന്ന് പറയാം, ഇല്ലെങ്കിൽ ഹൗ വാസ് യുവർ ഡേ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? അതാണത്. പഠിച്ചില്ലത്? ഹൗ വാസ് യുവർ ഡേ, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ദിവസം? ഇന്ന് പുതിയ വല്ല കൂട്ടുകാരും കിട്ടിയോ? അങ്ങനെ ചോദിക്കില്ലേ? ചിലപ്പോൾ പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയിട്ട് അവർ വരില്ലേ? അപ്പോൾ നമ്മൾ ചോദിക്കില്ലേ, ഇന്ന് വല്ല പുതിയ കൂട്ടുകാരെ കിട്ടിയോ? അങ്ങനെ ചോദിക്കും. എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഡിഡ് വെച്ചാണ് സെൻസ് കൊടുക്കുക. ഡിഡ് യു മേക്ക് എനി ന്യൂ ഫ്രണ്ട്സ് ടുഡേ? ഡിഡ് യു മേക്ക് എനി ന്യൂ ഫ്രണ്ട്സ് ടുഡേ? ഇന്ന് പുതിയ സുഹൃത്തുക്കൾ ആരെങ്കിലും സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കിയോ എന്നുള്ള അർത്ഥത്തിൽ ഡിഡ് യു മേക്ക് എനി ന്യൂ ഫ്രണ്ട്സ് ടുഡേ? മനസ്സിലായോ? 5ാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഇംഗ്ലീഷ് കോഴ്സ് ഉണ്ട്. അത്യാവശ്യം 5ാം ക്ലാസ്സിലെ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അതെല്ലാം കവർ ചെയ്യുന്നതാണ്. ഇപ്പോൾ ചില കുട്ടികൾ മലയാളം മീഡിയത്തിൽ നിന്ന് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് മാറുന്നു, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ വീക്കാണെന്നൊക്കെ പറയുന്ന കുട്ടികൾക്ക് അച്ഛനമ്മമാർക്ക് കൂടെ ഇരുന്ന് അവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ളൊരു കോഴ്സാണ്. ഭയങ്കര എന്താ പറയുക, കുറേ ഗ്രാമർ ഡീറ്റെയിൽസിലേക്കൊന്നും അങ്ങനെ പോകുന്നില്ല. കുട്ടികൾക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ്. ഇപ്പോൾ കുട്ടികൾക്ക് നമ്മൾ സാധാരണ വലിയവർക്കുള്ള കോഴ്സ് പോലെയല്ല, അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആവുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ ചെയ്യിച്ചിട്ടുള്ള ഒരു കോഴ്സാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കണം കേട്ടോ. അപ്പോൾ പ്രത്യേകം പറയണം കുട്ടികൾക്കുള്ള കോഴ്സാണ് കേട്ടോ, കിഡ്സ് കോഴ്സ് എന്ന് പറയണേ, എന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് താല്പര്യമുണ്ടെങ്കിൽ ഇമെയിൽ അയച്ചാൽ മതി, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. 45 ദിവസത്തെ കോഴ്സാണ്, നല്ല കോഴ്സാണ്. കുട്ടികൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനും അവർക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ പാരൻസിനും കൂടെ ഇരുന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ്. ഓൺലൈൻ കോഴ്സാണ്, നിങ്ങളുടെ ഫ്രീ ടൈമിൽ കാണാം. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഇമെയിൽ അയക്കും. അപ്പോൾ ആദ്യത്തത് ഹൗ വാസ് യുവർ ഡേ? ഡിഡ് യു മേക്ക് എനി ന്യൂ ഫ്രണ്ട്സ് ടുഡേ? 3ാമത്തത്, ഇന്ന് നീ എന്തൊക്കെയാണ് പഠിച്ചത്? അല്ലേ, ഇത് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമായിരിക്കും അല്ലേ, ഇന്ന് നീ എന്തൊക്കെയാണ് പഠിച്ചത്? ഉത്തരം പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വിഷമാവും, ഒന്നും പഠിച്ചിട്ടില്ല എന്ന് പറയില്ല. ഇന്ന് ഫുൾ PT ആയിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ ചോദിക്കണ്ടേ? എങ്ങനെ ചോദിക്കുക? വാട്ട് ഡിഡ് യു ലേൺ ഇൻ സ്കൂൾ ടുഡേ? ഇന്ന് എന്താണ് നീ സ്കൂളിൽ പോയിട്ട് പഠിച്ചത്? വാട്ട് ഡിഡ് യു ലേൺ ഇൻ സ്കൂൾ ടുഡേ? അത് മനസ്സിലായല്ലോ? വാട്ട് ഡിഡ് യു ലേൺ ഇൻ സ്കൂൾ ടുഡേ, എന്താ പഠിച്ചത്? എന്താന്ന് പറയുമ്പോൾ എപ്പോഴും വാട്ട് വെച്ചല്ലേ തുടങ്ങാം. വാട്ട് ഡിഡ് യു ലേൺ ഇൻ സ്കൂൾ ടുഡേ? അടുത്തത്, ഇന്ന് എന്തെങ്കിലുമൊക്കെ രസകരമായിട്ട് സംഭവിച്ചോ? അങ്ങനെ ചോദിക്കില്ലേ? ഇന്ന് എന്തെങ്കിലും പ്രത്യേകതയുള്ളതോ രസകരമായതോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ സംഭവിച്ചോ? അങ്ങനെ ചോദിക്കും. ഡിഡ് എനിത്തിങ് ഇൻട്രസ്റ്റിംഗ് ഓർ എക്സൈറ്റിംഗ് ഹാപ്പൻ ടുഡേ? ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ, എന്തോ കാര്യമുണ്ടല്ലോ, എന്തെങ്കിലും എക്സൈറ്റിംഗ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംഭവിച്ചോ ഒന്ന്? ഡിഡ് എനിത്തിങ് ഇൻട്രസ്റ്റിംഗ് ഓർ എക്സൈറ്റിംഗ് ഹാപ്പൻ ടുഡേ? അപ്പോൾ ഓർ എന്നുള്ളത് ഞാൻ 2 വാക്കുകൾ ഉദ്ദേശിച്ചതേ ഉള്ളൂ. ഇൻട്രസ്റ്റിംഗ് ആയത് സംഭവിച്ചോ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ളത് സംഭവിച്ചോ എന്ന് ചോദിക്കാം. അപ്പോൾ ഡിഡ് എനിത്തിങ് ഇൻട്രസ്റ്റിംഗ് ഹാപ്പൻ ടുഡേ, അല്ലെങ്കിൽ ഡിഡ് എനിത്തിങ് എക്സൈറ്റിംഗ് ഹാപ്പൻ ടുഡേ, ആ രീതിയിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചോ എന്ന്. ഇനി എന്താ നമ്മൾ ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു നിൻ്റെ ടെസ്റ്റ് എന്ന് ചോദിക്കില്ല നമ്മൾ? വല്ല എക്സാമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാണ് ചോദിക്കുക? ഹൗ ഡിഡ് യുവർ ടെസ്റ്റ് ഗോ, അല്ലെങ്കിൽ ഹൗ ഡിഡ് യുവർ എക്സാം ഗോ? എക്സാം എങ്ങോട്ടും പോകുന്നില്ല, പക്ഷേ അതെങ്ങനെ പോയി, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാനുള്ളൊരു മെത്തേഡാണ് ഹൗ ഡിഡ് യുവർ എക്സാം ഗോ, അല്ലെങ്കിൽ ഹൗ ഡിഡ് യുവർ ടെസ്റ്റ് ഗോ. സിമ്പിൾ അല്ലേ? ഹൗ വാസ് യുവർ ഡേ, ഹൗ ഡിഡ് യുവർ എക്സാം ഗോ, ഒക്കെ സിമ്പിളായ സെൻറ്റൻസുകളാണ്. ഇനി കുട്ടികൾ ചില സമയത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി അവർക്ക് വല്ല പ്രോജക്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതിന് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മളെങ്ങനെയാണ് പറയുക? എന്തെങ്കിലും കാര്യത്തിന് ഞാൻ സഹായിക്കണോ? ഈസ് ദർ എനിത്തിങ് യു ആർ സ്ട്രഗ്ലിംഗ് വിത്ത്? എനിക്ക് കഷ്ടപ്പാടുള്ള ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ? ഈസ് ദർ എനിത്തിങ് യു ആർ, അതാണ് യു ആർ, ഒരുമിച്ച് പറയും. യു ആർ സ്ട്രഗ്ലിംഗ് വിത്ത്, നീ സ്ട്രഗിൾ ചെയ്യുന്നത്, നീ കഷ്ടപ്പെടുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? ഹെൽപ്പ് വേണമെന്നാണ് ചോദിക്കണേ. അല്ലെങ്കിൽ ഈസ് ദർ എനിത്തിങ് യു നീഡ് ഹെൽപ്പ് അണ്ടർസ്റ്റാൻഡിങ്, എന്തെങ്കിലും കാര്യം മനസ്സിലാവുന്നില്ലെങ്കിൽ മനസ്സിലാക്കാൻ ഹെൽപ്പ് വേണോ? ഈസ് ദർ എനിത്തിങ് യു നീഡ് ഹെൽപ്പ് അണ്ടർസ്റ്റാൻഡിങ്? നിൻ്റെ ഹോംവർക്ക് കഴിഞ്ഞോ? അങ്ങനെ ചോദിക്കും. ചെയ്ത് കഴിഞ്ഞോ ചോദിക്കാൻ ഡിഡ് അല്ലേ? ഡിഡ് യു ഫിനിഷ് യുവർ ഹോംവർക്ക്? ഡിഡ് യു ഫിനിഷ് യുവർ ഹോംവർക്ക്? ഇനി പഠിക്കുന്ന പോലെ കാണാം. അപ്പം നമ്മൾ ചോദിക്കില്ലേ, എന്ത് ബുക്കാണ് നീ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കണേ, ഏത് ബുക്കാണ് അത്? അങ്ങനെ ചോദിക്കില്ലേ? അങ്ങനെ ചോദിക്കുക. എന്ത് ബുക്കാണ്, ഏത് ബുക്കാണ്? വാട്ട് ബുക്ക്, ഏത് ബുക്കാന്നുള്ളത്. വാട്ട് ബുക്ക് ആർ യു റീഡിങ് അറ്റ് ദ മൊമെൻറ്റ്? ഇപ്പം നീ എന്താണ്, ഏത് ബുക്കാണ് വായിച്ചുകൊണ്ടിരിക്കണേ? അപ്പോൾ റീഡിങ് നൗ, നൗ എന്നും ഉപയോഗിക്കാം, വേണമെങ്കിൽ അറ്റ് ദ മൊമെൻറ്റും ഉപയോഗിക്കാം. വാട്ട് ബുക്ക് ആർ യു റീഡിങ് നൗ, അല്ലെങ്കിൽ വാട്ട് ബുക്ക് ആർ യു റീഡിങ് അറ്റ് ദ മൊമെൻറ്റ്. ഇനി നീ നിൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചേർന്ന് പോകുന്നുണ്ടോ, അതോ എല്ലാവരുമായിട്ട് അടിച്ച് പിരിഞ്ഞോ? ഞാൻ ചോദിക്കില്ലേ? ഫ്രണ്ട്സൊക്കെ ആയിട്ട് നന്നായി പോകുന്നുണ്ടോ? അതെങ്ങനെ പറയാം? ഈ ആരെങ്കിലും ആയിട്ട് നന്നായി ചേർന്ന് പോകുക എന്നുള്ളതിന്
ടു ഗെറ്റ് എലോങ് വിത്ത് ദാറ്റ് പേഴ്സൺ. അയാളുമായിട്ട് ഗെറ്റ് എലോങ് ചെയ്യുക കേട്ടോ, അങ്ങനെ പറയാം. അപ്പോൾ അങ്ങനെ ചോദിക്കുക, ആർ യു ഗെറ്റിംഗ് എലോങ് വെൽ വിത്ത് യുവർ ഫ്രണ്ട്സ്? നിൻ്റെ ഫ്രണ്ട്സായിട്ട് നന്നായി പോകുന്നുണ്ടോ? ആർ യു ഗെറ്റിംഗ് എലോങ് വെൽ വിത്ത് യുവർ ഫ്രണ്ട്സ്? ഇപ്പോൾ നീ നിൻ്റെ അനിയനായിട്ട് നന്നായി പോകുന്നുണ്ടോ? ആർ യു ഗെറ്റിംഗ് എലോങ് വെൽ വിത്ത് യുവർ ബ്രദർ? എന്നുവെച്ചാൽ അനിയനായിട്ട് എന്തെങ്കിലും അടിയും ആകെ ഒരു പ്രശ്നമായിട്ടിരിക്കുകയാണെങ്കിൽ അതൊക്കെ നമ്മൾ സോൾവ് ചെയ്തിട്ട് എന്നോട് ചോദിക്കില്ലേ, ഇപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾ തമ്മിൽ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, ആർ യു ഗെറ്റിംഗ് എലോങ് വെൽ വിത്ത് ഹിം? അങ്ങനെ ചോദിക്കും. ഇനി നമ്മൾ ഉച്ചഭക്ഷണം, ലഞ്ച് അല്ലേ, നന്നായി കഴിച്ചോ? എങ്ങനെ പറയും? ഡിഡ് യു ഈറ്റ് ലഞ്ച്? നീ ലഞ്ച് കഴിച്ചോ? ഡിഡ് യു ഈറ്റ് യുവർ ലഞ്ച്? അങ്ങനെ ചോദിക്കാം, ഡിഡ് യു ഈറ്റ് യുവർ ലഞ്ച് ടുഡേ? ഇനി ചില സമയത്ത് ഈ സ്കൂളിൽ പ്രൊജക്ട്സ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് തെർമോക്കോള് അല്ലെങ്കിൽ എന്തോ സെല്ലോ ടേപ്പ് എന്തൊക്കെയോ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കേണ്ട ആവശ്യം വരാറില്ലേ? കുട്ടികളുള്ള അച്ഛനമ്മമാർക്ക് എസ്പെഷ്യലി അറിയാം. അപ്പോൾ നിനക്ക് ഇന്ന് അങ്ങനത്തെ എന്തെങ്കിലും സാധനം വേണോ? ഞാൻ പുറത്ത് പോകുന്നുണ്ട്, വേണോ? അങ്ങനത്തെ എന്തെങ്കിലും വാങ്ങിക്കണോ? അതെങ്ങനെ ചോദിക്കും? ഡു യു നീഡ് എനി സപ്ലൈസ് ഫോർ അപ്കമിങ് സ്കൂൾ പ്രൊജക്ട്സ്? ഇപ്പോൾ ഇനി വരാൻ പോകുന്ന കുറച്ച് പ്രൊജക്റ്റുകൾ സ്കൂളിലുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സപ്ലൈസ് അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയൽസ് വേണോ? ഡു യു നീഡ് എനി സപ്ലൈസ് അല്ലെങ്കിൽ ഡു യു നീഡ് എനി മെറ്റീരിയൽസ്? എന്തിനു വേണ്ടിയിട്ട്? ഫോർ അപ്കമിങ് സ്കൂൾ പ്രോജക്ട്സ്. ഇനി റൂമൊക്കെ നീ വൃത്തിയാക്കി വെക്കുന്നുണ്ടോ? ഓർഗനൈസ് ചെയ്ത് വെക്കുന്നുണ്ടോ? എന്ന് ചോദിക്കും. ആർ യു കീപ്പിംഗ് യുവർ റൂം ക്ലീൻ? അല്ലെങ്കിൽ ആർ യു കീപ്പിംഗ് യുവർ റൂം ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ്? നല്ല ഓർഗനൈസ് ചെയ്ത് വെക്കുന്നുണ്ടോ? അതോ ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബോധം കെടുവോ? ആർ യു കീപ്പിംഗ് യുവർ റൂം ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ്? നീ ബ്രഷ് ചെയ്യുന്നുണ്ടോ? നീ പല്ല് തേക്കുന്നത് ഞാൻ കാണുന്നേ ഇല്ല, പല്ലൊക്കെ ഒരു മഞ്ഞ കളറും. ഹാവ് യു ബീൻ ബ്രഷിങ് യുവർ ടീത്ത്? ചെയ്യാറുണ്ടോ അപ്പോൾ, അതോ നിർത്തിയോ? ഹാവ് യു ബീൻ ബ്രഷിങ് യുവർ ടീത്ത്? അല്ലെങ്കിൽ വേണമെങ്കിൽ സിമ്പിളായിട്ട് ഡു യു ബ്രഷ് യുവർ ടീത്ത് എന്ന് ചോദിക്കാം. നീ ബ്രഷ് ചെയ്യാറുണ്ടോ അങ്ങനെ അർത്ഥത്തിൽ. ഇനി വീക്കെൻഡൊക്കെ വരുമല്ലേ, എന്താണ് പിള്ളേരെ നിങ്ങളുടെയൊക്കെ പരിപാടികൾ എന്ന് ചോദിക്കില്ലേ? അടുത്ത വീട്ടിലെ ചേട്ടനായിരിക്കും വെക്കാൻ ചോദിക്കല്ലേ, അല്ലെങ്കിൽ ചേച്ചിയൊക്കെ. അച്ഛനമ്മമാർക്ക് പിന്നെ അങ്ങനത്തെ പേടിയൊന്നുമില്ല അല്ലേ, വീക്കെൻഡൊക്കെ അവർ ബിസി ആയിരിക്കും. അടുത്ത വീട്ടിലെ ആൾക്കാർ ചോദിക്കും, ഓ മക്കളെ വീക്കെൻഡ് അല്ലെങ്കിൽ വെക്കേഷനൊക്കെ ലോങ് വെക്കേഷനൊക്കെ വരികയാണല്ലോ, 3 ദിവസം അവധിയാണല്ലോ, എന്താണ് പരിപാടി? അങ്ങനെ ചോദിക്കും. വാട്ട് ആർ യു ലുക്കിംഗ് ഫോർവേഡ് ടു? എന്താണ് നീ പ്രതീക്ഷിച്ച് ആകാംക്ഷയോടെ ഇരിക്കുന്നത്? വാട്ട് ആർ യു ലുക്കിംഗ് ഫോർവേഡ് ടു ഇൻ ദ അപ്കമിങ് ഡേയ്സ് അല്ലെങ്കിൽ ഇൻ ദ വീക്കെൻഡ്? അങ്ങനെ ചോദിക്കാം. വാട്ട് ആർ യു ലുക്കിംഗ് ഫോർവേഡ് ടു? എന്താണ് നീ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്? അങ്ങനെ നമ്മൾ മലയാളത്തിൽ പറയില്ല, എന്താണ് പരിപാടി മക്കളെ, ആ രീതിയിൽ ചോദിക്കുള്ളൂ. പക്ഷേ ഇംഗ്ലീഷിൽ വാട്ട് ആർ യു ലുക്കിംഗ് ഫോർവേഡ് ടു അങ്ങനെ ചോദിക്കാം. അപ്പോൾ യൂസ്ഫുൾ ആയ സെൻറ്റൻസസ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മൾ സാധാരണ നേറ്റീവ് സ്പീക്കേഴ്സൊക്കെ പറഞ്ഞ രീതിയിലുള്ള സെൻറ്റൻസുകളാണ്. നല്ലൊരു രസത്തിൽ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പഠിക്കാനും കുട്ടികളോട് അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കാനും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ എന്നെ അറിയിക്കൂ കേട്ടോ. അടുത്ത ദിവസം വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.